ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കൈ കൊണ്ട് കുഴച്ചും പരത്തിയും കഷ്ടപ്പെടാതെ ബലൂൺ പോലെ വീർത്ത നല്ല സോഫ്റ്റ് ചപ്പാത്തി ഇനി ആർക്ക് വേണമെങ്കിലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ബലൂൺ പോലെ വീർത്ത നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. കൈ കൊണ്ട് കുഴയ്ക്കുകയോ പരത്തുകയോ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഗോതമ്പ് പൊടി ഞാനൊരു മിക്സി ജാറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. മിക്സിയുടെ അരയ്ക്കുന്ന ജാറല്ല, പൊടിക്കുന്ന ജാറാണ് കേട്ടോ നമുക്കിതിനായിട്ട് വേണ്ടത്. ഗോതമ്പ് പൊടി ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മാവ് ജാറിനകത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിന് വേണ്ടി ഞാനിതിലേക്ക് 1/2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ പൊടി എടുത്ത കപ്പിന് 1/2 കപ്പ് വെള്ളം എടുത്ത് ഈ മാവിലേക്ക് കുറച്ച് വീതം ഒഴിച്ച് ഒരു സ്പൂൺ വെച്ച് നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇത് മിക്സിയിലേക്ക് വെച്ച് 2 സെക്കൻഡ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. പിന്നെ സാധാരണ നമ്മൾ അരയ്ക്കുന്നത് പോലെ മിക്സിയുടെ ബട്ടൺ റൈറ്റിലേക്ക് തിരിക്കരുത്, ലെഫ്റ്റിലേക്ക് തിരിക്കണം. അതായത് റിവേഴ്സ് ഇട്ട് വേണം നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ. വെള്ളം കുറവാണെങ്കിൽ ഒരല്പം വെള്ളവും കൂടി ചേർത്ത് ഒന്നുകൂടി അടിച്ചെടുക്കാം. മിക്സി ജാറിൽ നിന്നും നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കിയ ശേഷം നമുക്കിതൊന്ന് അടച്ച് ഏകദേശം 20 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. നല്ല ബലൂൺ പോലെ വീർത്ത് വരുന്ന ചപ്പാത്തി ഉണ്ടാക്കാനുള്ള നമ്മുടെ ഫസ്റ്റ് ടിപ്പാണിത്. 20 മിനിറ്റിന് ശേഷം നമുക്കിതെടുത്ത് കൗണ്ടർ ടോപ്പിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ ചപ്പാത്തി പരത്താൻ ഉപയോഗിക്കുന്ന പലക ഉണ്ടാവില്ലേ, അതിന് മുകളിലേക്കോ വെച്ചു കൊടുക്കാം. ഇനി ഒരു ചപ്പാത്തി കോല് കൊണ്ടോ അല്ലെങ്കിൽ ഉള്ളിയൊക്കെ ചതിക്കുന്ന പിടികല്ലില്ലേ, അതുകൊണ്ടോ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഏകദേശം 5 മിനിറ്റെങ്കിലും ഇങ്ങനെ ബീറ്റ് ചെയ്യണം. 5 മിനിറ്റോളം ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് നീട്ടി പരത്തിയെടുക്കാം. ഇനി ഇത് ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കണം. മുറിച്ചെടുത്ത ഓരോ പീസും ചെറിയ ബോൾസ് ആക്കി ഉരുട്ടിയെടുക്കാം. ഞാനിവിടെ മാവ് മുഴുവനും ബോൾസ് ആക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് പരത്തിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചപ്പാത്തി പലകയോ കോലോ ഒന്നും തന്നെ ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഓരോ ബോൾസും പരത്തിയെടുക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു പ്ലാസ്റ്റിക് കവറാണ്. ഞാനിവിടെ ഒരു ഓയിൽ കവറാണ് എടുത്തിട്ടുള്ളത്. കവറിൻ്റെ 3 സൈഡ് മുറിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് വിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ആ ഉരുട്ടി വെച്ചേക്കുന്ന ഗോതമ്പ് മാവിൽ നിന്നും ഒരു ഉരുള എടുത്ത് കവറിൻ്റെ ഒരറ്റത്ത് വെക്കാം. മാവിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കവറിൻ്റെ ഇപ്പുറത്തെ അറ്റത്തും കുറച്ച് ഗോതമ്പ് പൊടി നന്നായിട്ട് പുരട്ടി കൊടുക്കണം. കവറിൻ്റെ അറ്റത്തും മാവിൻ്റെ മുകളിലൊക്കെ നന്നായിട്ട് പൊടിയിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. എല്ലായിടത്തും നന്നായിട്ട് പൊടിയിട്ട ശേഷം നമുക്ക് ആ കവറിൻ്റെ മറ്റേ അറ്റം കൊണ്ട് ഗോതമ്പ് മാവ് ഒന്ന് മൂടി വയ്ക്കാം. ഇനി ഇത് പരത്താനായിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റ് മാത്രം മതി. പ്ലേറ്റ് കൊണ്ട് ഇതുപോലെ നന്നായിട്ട് അമർത്തി കൊടുത്താൽ മതി. ചപ്പാത്തി പലയിലൊക്കെ വെച്ച് ഉണ്ടാക്കുന്നത് പോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് പരത്തിയെടുക്കാം. പ്ലേറ്റ് ചെറുതായിട്ടൊന്ന് കറക്കി കൊടുത്താൽ എത്ര വലുപ്പത്തിൽ വേണേലും നമുക്കിത് പരത്തിയെടുക്കാം. കണ്ടോ, പ്ലേറ്റ് കൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ മാവ് പരത്തിയെടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല നന്നായിട്ട് പൊടി ഇട്ടത് കാരണം ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടുമില്ല. ഇതുപോലെ തന്നെ 2-3 ഉരുളകൾ വെച്ചും ഒറ്റയടിക്ക് തന്നെ പരത്തിയെടുക്കാനും പറ്റും. അത് പരത്തിയെടുത്ത മാവെല്ലാം നമുക്കൊരു പ്ലേറ്റിലേക്ക് വെച്ചു കൊടുക്കാം. കുറേ അധികം പൊടിയിട്ടാണ് നമ്മൾ ചപ്പാത്തിക്ക് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഇത് ചുട്ടെടുക്കുമ്പോൾ ഒത്തിരി പൊടി വീണ് കരിയാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാനായിട്ട് ഇങ്ങനൊരു സൂത്രം ചെയ്താൽ മതി. മാവ് പരത്തി പ്ലേറ്റിൽ ഇതുപോലെ നിരത്തി വെച്ചതിന് ശേഷം 10 മിനിറ്റ് കഴിഞ്ഞ് ചപ്പാത്തി ഉണ്ടാക്കിയാൽ മതി. ഒരു തരി പൊടി പോലും ചപ്പാത്തി പാത്രത്തിൽ വീണ് കരിഞ്ഞു പിടിക്കാതെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. അതുമാത്രമല്ല ഇതുപോലെ കുറച്ച് നേരത്തേക്ക് റെസ്റ്റ് ചെയ്തിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയാൽ നല്ല ബലൂൺ പോലെ വീർത്ത് വരികയും ചെയ്യും. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കിത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ആദ്യം തന്നെ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള പാത്രം ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കണം. പാത്രം ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കിയ ശേഷം മാത്രമേ പരത്തി വെച്ചേക്കുന്ന മാവിട്ട് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ചപ്പാത്തി കല്ലച്ച് പോകും. അതുമാത്രമല്ല ഒട്ടും തന്നെ വീർത്ത് വരികയുമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ആ പരത്തി വെച്ചേക്കുന്ന ചപ്പാത്തി മാവ് ഒരെണ്ണം ഇട്ട് കൊടുക്കാം. 2 സെക്കൻഡിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ സ്റ്റവ് വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഇത് ഒത്തിരി നേരം ഇട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. വെറും സെക്കൻഡുകൾ കൊണ്ട് തന്നെ നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാം. തിരിച്ചിട്ട് 1-2 സെക്കൻഡ് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഇവിടെ ചെറിയ ബബിൾസ് വരുന്നത് കണ്ടോ. ഈ സമയത്ത് ചട്ടുകം കൊണ്ടോ തവി കൊണ്ടോ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ചപ്പാത്തി നല്ല ബലൂൺ പോലെ വീർത്ത് വരും. ഇനി ഇത് തിരിച്ചിട്ട് ഒന്നുകൂടി പ്രസ് ചെയ്തതിന് ശേഷം ആവശ്യമെങ്കിൽ ഒരല്പം നെയ്യോ ഓയിലോ പുരട്ടാവുന്നതാണ്. ഞാനിവിടെ നെയ്യാണ് കേട്ടോ തേച്ച് കൊടുക്കുന്നത്. അല്പം നെയ്യ് പുരട്ടിയതിന് ശേഷം ഞാനിത് തവയിൽ നിന്ന് മാറ്റുന്നുണ്ട്. ബാക്കിയുള്ള പരത്തി വെച്ചേക്കുന്ന മാവും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. 24 മണിക്കൂറും നമ്മുടെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ടിപ്പ് കൂടി പറഞ്ഞുതരാം. ചപ്പാത്തി ചുട്ടെടുത്തതിന് ശേഷം അത് തുറന്ന് വെക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ഹാർഡായി പോകും. ഓരോ ചപ്പാത്തിയും ചുട്ടെടുത്ത് ആ ചൂടോടെ തന്നെ ഒരു കാസറോളിലേക്കോ അല്ലെങ്കിൽ നല്ല ടൈറ്റ് അടപ്പുള്ള ഒരു പാത്രത്തിലേക്കോ ഇട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചാൽ മതി.
ഇങ്ങനെ ചെയ്തു വയ്ക്കുവാണെങ്കിൽ എത്ര മണിക്കൂർ കഴിഞ്ഞാലും നമ്മുടെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരുന്നോളും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് വ്യൂവേഴ്സ്.